വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി മൂന്നാമത്തെ ടേം വന്നിട്ട് രാജ്യത്ത് കോളിളക്കം സൃഷ്ടിക്കുന്ന യാതൊരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് സത്യമാണ്. ഈ വഖഫ് ബില്ല് ഇന്ന് വരും നാളെ വരും എന്ന് പറയുന്നതല്ലാതെ വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ യാതൊരു വിധ തീരുമാനവും ആയിട്ടില്ല. കേരളത്തിൽ അടക്കമുള്ള ആൾക്കാർ വഖഫ് ബില്ലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഭൂരിഭാഗം ആൾക്കാരും വഖഫ് ബില്ലിന് അനുകൂലവുമാണ്, സുഡാപ്പികൾ ഒഴികെ. അപ്പൊ നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ടാണ് ഈ ബില്ലുകൾ കൊണ്ടുവരാൻ സാധിക്കാത്തത്? മോദി ഈ തവണ വന്നപ്പോഴേ പല ആൾക്കാരും കേരളത്തിലുള്ള പല മാധ്യമ സംഘങ്ങളും പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതായത് നരേന്ദ്രമോദിക്ക് ഈ ബില്ലുകൾ പാസ്സാക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. കാരണം ഇനി നിതീഷ് കുമാറിന്റെ പിന്തുണ തേടണം, ചന്ദ്രബാബു നായിഡുവിന്റെ പിന്തുണ തേടണം, അങ്ങനെ അങ്ങനെ പല ആൾക്കാരുടെ പിന്തുണ തേടേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. സഖ്യ സർക്കാരാണ് വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ രാജ്യത്ത് ഗോളുകളൊക്കെ സൃഷ്ടിക്കുന്ന ഒരു വാർത്തയും നമ്മൾ കാണുന്നില്ല. കഴിഞ്ഞ ടേമിലും കഴിഞ്ഞ ടേമിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആരോടും ചോദിക്കാനില്ലല്ലോ. നോട്ട് നിരോധനം വരുന്നു, GST വരുന്നു, പൗരത്വ നിയമം വരുന്നു, കർഷക നിയമം വരുന്നു, പല പല നിയമങ്ങൾ ഇങ്ങനെ പാസ്സായിക്കൊണ്ടേയിരിക്കുകയാണ്. കശ്മീരിന്റെ 370 എടുത്ത് കളയുന്നു. ഇപ്പൊ ഇത്രയും ദിവസമായി ഇതുവരെ ഒരു സംഭവം വന്നിട്ടില്ല. എന്താണ് BJP-യുടെ ഒരു നയതന്ത്ര നീക്കം ഇതിൽ? അപ്പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി പിളർന്നു പിളർന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. മമതാ ബാനർജി ഇടഞ്ഞു നിൽക്കുകയാണ്, ഒമർ അബ്ദുള്ള ഇടഞ്ഞു നിൽക്കുകയാണ്. പല ആൾക്കാരും DMK ഒരു ചാഞ്ചാട്ടം കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് താങ്കളാണ് അഭിപ്രായം പറയേണ്ടത്. ഈ ഒമർ അബ്ദുള്ള എന്തായാലും തുറന്നു പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യ മുന്നണി പിരിച്ചുവിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. മമതാ ബാനർജി തുറന്നു പറഞ്ഞു കഴിഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇത് പോകാൻ പറ്റത്തില്ല എന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞു. അഖിലേഷ് യാദവ് അതുപോലെ സമാനമായ രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിലും പുള്ളി ഒരിക്കലും ഈ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ കൂടെ സഖ്യം ചേർന്ന് നിൽക്കാൻ ഒരു സാധ്യതയില്ല. പുള്ളിക്ക് അവിടെ നല്ല സ്ട്രോങ് ഹോൾഡ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വേറെ പല ആൾക്കാരും ചോദിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു സഖ്യമായിരുന്നു ഈ ഇന്ത്യ മുന്നണി, ഇന്ത്യ സഖ്യം എന്നുള്ളതാണ്. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പോ തികയ്ക്കണം, അതായത് BJP-ക്ക് ഒറ്റയ്ക്ക് ഈ ഈ ഭൂരിപക്ഷം തികയ്ക്കണം എങ്കിൽ മാത്രമേ ഇനി ഇത്ര ഒരു ലാഗ് ഇല്ലാതെ ബില്ലുകൾ പാസ്സാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒമർ അബ്ദുള്ള BJP-ലേക്ക് വരും വരില്ല എന്നുള്ള ഇത് കേൾക്കുന്നു. മമതാ ബാനർജിയെ BJP ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഉദ്ധവ് താക്കറെയുടെ 20 MP-മാരല്ലേ, 20 MP-മാര് ഇങ്ങോട്ടേക്ക് BJP-യിലേക്ക് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. സംഭവിക്കുമോ? എന്താണ് BJP-യുടെ നയതന്ത്ര നീക്കങ്ങൾ? വഖഫ് ബില്ല് എന്ന് വരും? എന്താണ് BJP-യുടെ മുന്നിലേക്കുള്ള പരിപാടികൾ? നരേന്ദ്രമോദി അശക്തനാണോ ഇപ്പോൾ ബില്ലുകൾ പാസ്സാക്കാൻ? ഏത് ഈ ഈ ഈ സർക്കാർ മൂന്നാം മോദി മന്ത്രിസഭ ഉം. അധികാരത്തിൽ എല്ലാവരും പറഞ്ഞത് നരേന്ദ്രമോദിക്ക് ഇനി വലിയ ബില്ലുകളും മറ്റൊന്നും പാസ്സാക്കാൻ കഴിയില്ല, അതിനുള്ള പിന്തുണ ഇല്ല എന്നാണ്. അതിനകത്ത് ഉം. വലിയൊരു കൗതുകകരമായ കാര്യം, 2014 അദ്ദേഹത്തിന് ഈ പറയുന്ന ആ, പിന്തുണ ഇല്ലായിരുന്നു. കാരണം രാജ്യസഭയിൽ അവർക്ക് വേണ്ടത്ര സീറ്റുകൾ NDAക്ക് ഇല്ലായിരുന്നു. 2019 NDAക്ക് രാജ്യസഭയിൽ വളരെ ഈസി ആയിട്ട് ഒരു ബില്ല് പാസ്സാക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. ലോക്സഭയിൽ അവർക്ക് ഉം. ഒരു വലിയ മെജോറിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ രാജ്യസഭയിൽ 2 തവണയും ഇല്ലായിരുന്നു. ഇപ്പൊ വന്നപ്പോ ഉം. മൂന്നാം മോദി മന്ത്രിസഭയുടെ കാലത്ത് വന്നപ്പോഴേക്കും ലോക്സഭയിലും അവർക്ക് BJP-ക്ക് ഒറ്റയ്ക്ക് ഒരു ഭൂരിപക്ഷം ഇല്ല. അതാണ് അതിനകത്ത് ആകെ ഉള്ളൊരു വ്യത്യാസം. മറ്റേത് അതേപോലെ തന്നെ ഉം. നിലനിൽക്കുന്നുണ്ട്. രാജ്യസഭയിലെ കാര്യം അതേപോലെ തന്നെ നിലനിൽക്കുന്നു. ഇവിടെ എങ്ങനെയായിരുന്നു കഴിഞ്ഞ 2 ടേമിലും നരേന്ദ്രമോദി സർക്കാർ ഈ പല നിയമങ്ങളും പാസ്സാക്കിയത്? രാജ്യസഭയിൽ പാസ്സാകാതെ എന്തായാലും പല നിയമങ്ങളും നിയമമായി മാറില്ല. എങ്ങനെയാണ് പാസ്സാക്കിയത് നമ്മൾ കണ്ടതാണ്. തന്ത്രപരമായ നിലപാടുകൾ എടുത്ത് മുൻപോട്ട് പോവുകയായിരുന്നു. അവിടെ അങ്ങനെയാണ് പാസ്സാക്കിയത്. അതായത് BJP സംബന്ധിച്ച്, ഇല്ലെങ്കിൽ BJP അങ്ങനെ NDA എന്ന് പറയാൻ കഴിയില്ല, BJP സംബന്ധിച്ച് അവർക്ക് 2 തരം ബന്ധങ്ങളാണ് ഉള്ളത്. നമ്മളത് മുൻപ് ചർച്ചകളിൽ ഉം. തമാശ രൂപത്തിൽ പറയാറുണ്ട്. ഈ തമിഴ്നാട്ടിലെ പോലെ ചിന്ന വീടും തായ് വീടും, ഈ 2 വീടുകൾ, അതായത് 2 ഭാര്യമാര് എപ്പോഴും ഉണ്ടാകും. അതിനെ കുറച്ചുകൂടി നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഉണ്ടാകും, ഒപ്പം തന്നെ കാമുകയും ഉണ്ടാകും. ഇവര് 2 പേരെയും ഒരുമിച്ച് കൊണ്ടുപോയിട്ടാണ് പല കാര്യങ്ങളും ഇവര് നേടിയെടുക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, കഴിഞ്ഞ BJP സർക്കാരിന്റെ കാലത്തായാലും 2014 BJP സർക്കാരിന്റെ കാലത്തായാലും ഒക്കെ YSR കോൺഗ്രസ് ആയിരുന്നു ഇവരുടെ ഒരു അടിത്തറ. അതുപോലെ തന്നെ ബിജു ജനതാദളായിരുന്നു. ADMK ആയിട്ട് ഇവർ ശത്രുതയിലാണെങ്കിലും നിർണായക സമയങ്ങളിൽ അവരുടെ പിന്തുണ എടുക്കുമായിരുന്നു. ശിരോമണി അകാലിദൾ ഇവരിൽ അടിച്ച് പിരിഞ്ഞ് പിണങ്ങിപ്പോയവരാണ്, മന്ത്രിസ്ഥാനമൊക്കെ കളഞ്ഞിട്ട് പോയവരാണ്. പക്ഷെ നിർണായക സമയം ബില്ലുകൾ പാസ്സാക്കുന്ന സമയത്ത് ശിരോമണി അകാലിദളിന്റെ MP-മാർ അവിടെ വരില്ലായിരുന്നു. അങ്ങനെ ചെറിയ ഉം. കക്ഷികളുടെ ഒക്കെ MP-മാർ സഭയിൽ ഹാജരാകില്ല. അതായത് അവരിതിനെ പിന്തുണയ്ക്കുന്നുമില്ല, എതിർക്കുന്നുമില്ല. MP-മാരുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായി കിട്ടുന്ന വോട്ടുകളിലും വ്യത്യാസം വരുമല്ലോ. അങ്ങനെയാണ് പല ബില്ലുകളും ഇവര് പാസ്സാക്കി എടുത്തിരുന്നത്. അതായത് 2 രീതിയിൽ, അതായത് ഒന്ന് അവരുടെ പ്രത്യക്ഷത്തിലുള്ള സഖ്യകക്ഷികൾ ഉണ്ടാകും, മറ്റൊന്ന് പരോക്ഷമായ സഖ്യകക്ഷി. ഇത് അവർ നന്നായിട്ട് തന്നെ 2019 പയറ്റിയെടുത്ത ഒരു വലിയ തന്ത്രം തന്നെയാണ്. അത് ബിജു ജനതാദളുമായിട്ടായാലും YSR കോൺഗ്രസ് ആയിട്ടായാലും ഒക്കെ. YSR കോൺഗ്രസുമായിട്ട് അഗാധമായ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രബാബു നായിഡുവിനും പവൻ കല്യാണിനെ വളർത്തിയെടുക്കാനും അവർ ശ്രമിച്ചിരുന്നു. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് BJP അവരുടെ എക്കാലത്തും പോളിസിയിൽ പറയുന്ന കാര്യമുണ്ട്, ഞങ്ങൾക്ക് ശത്രുക്കളില്ല, പകരം ഞങ്ങൾക്ക് എതിരാളികൾ ഉം. മാത്രമേ ഉള്ളൂ. ആ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എതിരാളികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓട്ട മത്സരം, ചാട്ട മത്സരം, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ നമ്മൾ എതിരാളികൾ എന്നാണ് പറയുന്നത്, ശത്രുതയല്ല. അവർ നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ കൂടെ ഓടുന്ന ആൾക്കാർ.
എതിരാളികൾ മാത്രമാണ്. ശത്രു എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രതികാരം ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്, ഇല്ലാതാക്കേണ്ട ഒരു വ്യക്തിയാണ്. ബി ജെ പിയെ സംബന്ധിച്ച് അവർ എപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് ശത്രുക്കളില്ല, എതിരാളികൾ ഉണ്ടായിരുന്നു. അത് തന്നെ അവർ ഉം. തെളിയിച്ചിട്ടുമുണ്ട്. ജമ്മു കാശ്മീരിൽ PDP-യുമായിട്ട് ചേർന്നിട്ട് ഒരിക്കലും ഒന്നിക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഒരു സഖ്യമാകില്ല എന്ന് കരുതിയിരുന്ന PDP-യുമായി ചേർന്നവർ ഭരിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ ഉം. അവർ കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടി ഇരുന്ന് ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. അതിനകത്ത് അവർക്ക് തെല്ലും നാണക്കേടോ കുറ്റബോധമോ ഒന്നുമില്ല, കാരണം അത് അവരുടെ പോളിസിയാണ്. ഉം. ബാക്കിയുള്ളവർക്കാണ് അവരോട് ചേരുന്ന കുറ്റബോധമുള്ളത്. ഇവിടെയാണ് ഉം. കഴിഞ്ഞ കുറെ നാളായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചില നീക്കങ്ങളുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ശരിയല്ല. അതിലൊന്ന് DMK ഉം. സർക്കാരിന്, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയാണ് നരേന്ദ്രമോദി മുൻപോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു പോയിട്ടുള്ള ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. വലിയ രീതിയിൽ തന്നെ അവിടെ ഉം. ഫണ്ട് ഈ സ്റ്റാലിന് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അണ്ണാമലൈ സ്റ്റാലിനെതിരെ പോരാട്ടം നടത്തുന്നുണ്ട്, അത് വേറൊരു കാര്യം പൊളിറ്റിക്കലി. പക്ഷെ പൊളിറ്റിക്കലി അല്ലാതെ തന്നെ വലിയ രീതിയിൽ, കാരണം തമിഴ്നാടിന്റെ എക്കാലത്തും വലിയ ആവശ്യമായിരുന്ന അവരുടെ 2ാം ഘട്ട മെട്രോ പദ്ധതി, അതിന് ഉടനടി പണം നൽകുന്നു. ഒപ്പം തന്നെ വിവിധ പദ്ധതികൾക്ക് നൽകുന്നു. നരേന്ദ്രമോദി എത്തുന്നു, നരേന്ദ്രമോദി സ്റ്റാലിൻ വേദിയിൽ വെച്ച് പുകഴ്ത്തുന്നു, വേദിക്ക് പുറത്ത് പുകഴ്ത്തുന്നു. ഉം. സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ പുകഴ്ത്തുന്നു, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്നു. ഇതിനിടയിൽ BJP-യുടെ നേതാക്കളും DMK-യുടെ നേതാക്കളും പല വേദികളിലും വെച്ച് കണ്ടുമുട്ടുന്നു. ഇവർ പറയുന്നത് യാദൃശ്ചികമാണ്, രാഷ്ട്രീയത്തിനപ്പുറത്തിന് വ്യക്തിബന്ധങ്ങൾ ഉണ്ട് എന്നാണ്. നമുക്കറിയാം കരുണാനിധിയുടെ ആ ചരമവാർഷികത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എത്തിയത്. ആ എത്തുന്ന വേദിയിൽ പുഷ്പാർച്ചന നടത്താനായി നരേന്ദ്രമോദി സ്റ്റാലിനും നടന്നു നീങ്ങുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന അണ്ണാമലയെ സ്റ്റാലിൻ കൈപിടിച്ചുകൊണ്ട് ഈ ഇവിടേക്ക് എത്തി പുഷ്പാർച്ചന ചെയ്യിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അത് വളരെ കൗതുകം നരേന്ദ്രമോദിയാണോ ജനിപ്പിക്കുന്ന. രാജ്നാഥ് സിംഗ് ആണോ എത്തിയത്? രാജ്നാഥ് സിംഗ് എത്തുന്നു. ഉം. രാജ്നാഥ് സിംഗ് എത്തി. രാജ്നാഥ് സിംഗും സ്റ്റാലിന് പുഷ്പാർച്ചന നടത്തുമ്പോൾ സ്വാഭാവികമായി രാജ്നാഥ് സിംഗ് എത്തുമ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടെ ഉണ്ടാകും, അത് അവരുടെ പാർട്ടിയുടെ പ്രോട്ടോകോളാണ്. ആ നിൽക്കുമ്പോൾ ഉം. ആ അണ്ണാമലയുടെ കൈക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റാലിൻ ആ ഒരു ചടങ്ങിൽ പങ്കെടുപ്പിക്കുകയാണ്. ഇതൊക്കെ ഇവർ വളരെ പറയുന്നത് നല്ലത്. സൗഹൃദങ്ങളാണെന്നാണ് ഇവർ പറയുന്നത്. ശരി, ഇതിനിടയില് ഇപ്പോൾ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ഗവർണറും സ്റ്റാലിനും തമ്മിലുള്ള വഴക്കുകൾ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ വാർത്തയാക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആർക്കും ഇപ്പൊ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതായത് സ്റ്റാലിൻ ഉം. എപ്പോഴൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഉം. അവിടുത്തെ ഗവർണർ പ്രശ്നങ്ങളുമായിട്ട് വരും, അതായത് ജനശ്രദ്ധ തിരിക്കാൻ എന്നാണ് പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും ഇപ്പൊ കരുതുന്നത്. അതായത് ഉം. എപ്പോഴൊക്കെ ഈ അവിടുത്തെ കക്ഷി പ്രതിസന്ധിയിലാകുമോ അപ്പോഴൊക്കെ സ്റ്റാലിനും ഉം. ഗവർണറും തമ്മിലുള്ള വഴക്ക് തുടങ്ങും. അപ്പോൾ ഈ മാധ്യമങ്ങളുടെ മുഴുവൻ വാർത്തയും ഇവർ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളും. ഇപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങൾ ആ വാർത്ത അധികം കൊടുക്കാറില്ല, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അത് ശ്രദ്ധിക്കാറില്ല. എനിക്ക് തോന്നുന്നത് ഉം. സമാനമായ ഒരു സംഭവം കേരളത്തിലും എനിക്ക് പലപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പിണറായി സർക്കാർ ഉം. വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇവിടെ ഈ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി സർക്കാരും തമ്മിലുള്ള ഒരു പരസ്യമായ വെല്ലുവിളി ഉം. നടക്കാറുണ്ട്. അത് പലപ്പോഴും പിന്നീട് അതിൽ എന്തൊക്കെയോ ചില നാടകങ്ങൾ ഉള്ളതായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉം. ആൾക്കാർക്ക് തോന്നും, സ്വാഭാവികമാണ്. കാരണം ഈ പിണറായി സർക്കാർ വലിയ പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് ഇവിടെ ചില ഗവർണറുമായിട്ടുള്ള ചില പോട്ടികൾ നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് പലയിടത്തും. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. പിന്നെ മറ്റൊന്ന് പശ്ചിമ ബംഗാളിന്റെ കാര്യമാണ്. പശ്ചിമ ബംഗാൾ ഉം. മമതാ ബാനർജി ഒരു വലിയ പ്ലാനിങ്ങോട് കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം മമതാ ബാനർജി അവരുടെ പിൻഗാമിയെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയാണ് പിൻഗാമി അഭിഷേക് ആയിട്ട് ബാനർജി. മുൻപോട്ട്. അഭിഷേക് ബാനർജി അങ്ങനെയാണ് പോകുന്നത്. അവിടെ മമതാ ബാനർജി ഇപ്പോൾ നീങ്ങുന്ന നീക്കം, മമതാ ബാനർജി മാറി ഈ അഭിഷേക് ഉം. ബാനർജി ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നാൽ, അതായത് മുഖ്യമന്ത്രിയോ മറ്റോ ആക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം തൃണമൂലിൽ കിടക്കുന്ന നേതാക്കന്മാരെല്ലാം തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരാണ്, വലിയ ഉം. ബന്ധങ്ങളുള്ള നേതാക്കന്മാരാണ്. അവർ ഈ അഭിഷേക് ബാനർജി അംഗീകരിക്കുമോ ഇല്ലെങ്കിൽ ആ ഭരണം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് മമതാ ബാനർജിക്ക് നല്ല ഭയമുണ്ട്. അപ്പോൾ മമതാ ബാനർജി ഉം. ആലോചിക്കുന്നത് കേന്ദ്രവുമായി, അതായത് നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്രവുമായി നല്ലൊരു ബന്ധത്തിലാണ് പോകുന്നതെങ്കിൽ സ്വസ്ഥമായിട്ട് ഈ പറയുന്ന അഭിഷേക് ബാനർജിക്ക് മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കാൻ കഴിയും. കാരണം കേന്ദ്രത്തിൽ ഒരു പിടിയുണ്ട്. അതായത് ഉം. ഇനി പറഞ്ഞു വിടത്തില്ല എന്നറിയാം, ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും പറഞ്ഞു വിടില്ല എന്നറിയാം, ഒപ്പം തന്നെ ചില കളികൾ കളിക്കാനും കഴിയും. അതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഈ സമീപകാലത്ത് മമതാ ബാനർജി എടുത്ത പല നിലപാടുകളും മോദിക്ക് അനുകൂലമായ നിലപാടുകൾ തന്നെയാണ് എടുത്തത്. പ്രത്യേകിച്ച് ഉം. ബംഗ്ലാദേശ് വിഷയം വന്നപ്പോഴായാലും ഈ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുന്ന കാര്യത്തിലായാലും ഏറ്റവും ഒടുവിൽ ഈ ആർജക്കർ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രക്ഷോഭത്തിന്റെ കാര്യത്തിലൊക്കെ നരേന്ദ്രമോദി എന്തു പറയുന്നു അത് ഞാൻ അനുസരിക്കാൻ തയ്യാറാണെന്ന് പരസ്യമായി പറയുകയും അദ്ദേഹം മുൻപോട്ട് വെച്ച ഉം. പല കാര്യങ്ങളും കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തൊരു മമതാ ബാനർജിയാണ് നമ്മൾ കണ്ടത്. ഈ അടുത്ത കാലത്തൊന്നും ഉം. മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും വന്നിട്ടില്ല. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വരും, സ്വാഭാവികം മാത്രമാണ്. ഇവിടെ ഈ മമതയുമായിട്ടും ഈ DMK-യുമായിട്ടും ഈ BJP തന്ത്രപരമായ ഒരു സമീപനം സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നുണ്ട്.
അടുത്ത് തന്നെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. സ്വാഭാവികമായും ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാറുമായിട്ട് അടിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ മുന്നോടിയായിട്ടൊരു മുന്നറിയിപ്പാണ് നിതീഷ് കുമാർ മണിപ്പൂരിൽ കൊടുത്തത്. മണിപ്പൂരിൽ ഇപ്പം മണിപ്പൂർ ഭരിക്കുന്ന BJP സർക്കാരിനുള്ള പിന്തുണ ഒരു JDU MLA ഉള്ളൂ, നിതീഷ് കുമാർ ഒരു അംഗമേ ഉള്ളൂ. ആ അംഗത്തെ പിന്തുണ പിൻവലിച്ചത് ഇതൊരു സൂചന മാത്രമാണ്. അടി മൂക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ടതൊരു ട്രയലാണ്, ഇപ്പോ ഒരു ട്രയൽ അല്ല, ട്രെയിലറാണ്. ഇനി വരുന്നത് ഈ നിയമസഭയിലെ സീറ്റ് വിഭജനം വരും. മഹാരാഷ്ട്രയിലെ പോലെ തന്നെ BJP കൂടുതൽ സീറ്റിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ സമയത്ത് നിതീഷ് കുമാറുമായിട്ട് ഉടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിതീഷ് കുമാറിന്റെ ഒരു പൊതുവേ ഉള്ള ഒരു ക്യാരക്ടർ വെച്ചിട്ടാണെങ്കിൽ അത് കേന്ദ്ര ഭരണത്തിലൊക്കെ വലിയ ചർച്ചയായി മാറും. ആ ഒരു സാഹചര്യത്തിൽ DMKയും TMCയും പോലുള്ള പാർട്ടികളെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ ഈ നിതീഷ് കുമാർ അത്രയും വലിയൊരു ചാട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ശ്രീ ശരത് പവാറിന്റെ NCPയുമായി നല്ലൊരു ബന്ധം BJP നേരത്തെ മുതൽ തന്നെ സ്ഥാപിച്ച് എടുത്ത് മുൻപോട്ട് പോകുന്നതാണ്. മറ്റൊന്ന് ഉദ്ധവ് താക്കറെയാണ്. അതായത് ഏറ്റവും ഒടുവിൽ നാം മഹാരാഷ്ട്രയിൽ നിന്ന് കേൾക്കുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ ഉദ്ധവിന് മടങ്ങി വരാനുള്ള എല്ലാ വഴികളും BJP തുറന്നിട്ട് കൊടുത്തിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഉദ്ധവിനെ സംബന്ധിച്ച് ഈ സഞ്ജയ് റൌട്ട് ഉൾപ്പെടെ ഉള്ളവരെ കൊണ്ടുപോവുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് മഹാരാഷ്ട്രയിൽ. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉദ്ധവ് താക്കറെ വിഭാഗം BJPയുടെ അതായത് NDAയുടെ ഭാഗമായി മടങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിനോടിപ്പം ഈ ഷിൻഡെ വിഭാഗത്തിനും വലിയ എതിർപ്പില്ല എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് രണ്ടും ഒരേ ആശയമാണല്ലോ, തിരിച്ചു വരാമല്ലോ എന്നൊക്കെ ഷിൻഡെ പറയുന്നുണ്ട്. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, 2 ആഴ്ചക്ക് മുമ്പ് നമ്മുടെ സഞ്ജയ് റൌട്ട് തന്നെ BJPയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് മലക്കം പറഞ്ഞു. അതിന് പിന്നാമ്പുറത്ത് പറഞ്ഞു കേൾക്കുന്ന വാർത്ത, ന്യൂസ് ഇന്ത്യ മലയാളം ആ വാർത്ത ചെയ്തിരുന്നു. ഈ സഞ്ജയ് റൌട്ടിന് ഈ ഉദ്ധവ് വിളിച്ചു ചേർന്ന യോഗത്തിൽ വെച്ച് പ്രവർത്തകരെല്ലാം കൂടെ പൊക്കി പഞ്ഞിക്കിട്ടായിരുന്നു. അതായത് അവിടെ ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു അടിയന്തര യോഗം വിളിച്ചായിരുന്നു ഉദ്ധവ് താക്കറെ, എന്താണ് പരാജയത്തിന് കാരണം. അപ്പൊ അവിടെ വന്നിരുന്ന ഈ ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗമാണ്. ഈ ജില്ലാ പ്രസിഡന്റുമാരെല്ലാം കൂടെ പറഞ്ഞ് ഈ സഞ്ജയ് റാവത്ത് ഒറ്റൊരുത്തൻ കാരണമാണ് തോറ്റത്, ആ BJPയുടെ കൂടെ നിന്നിരുന്നെങ്കിൽ മാനവും മര്യാദയും കിട്ടിയാനെ, സീറ്റും കിട്ടിയാനെന്ന് പറഞ്ഞു. അതിനെ സഞ്ജയ് റാവത്ത് ചോദ്യം ചെയ്ത ഉടനെ തന്നെ ഈ സഞ്ജയ് റാവത്തിനെ വിളിച്ചുകൊണ്ട് എവിടെ വെച്ചാൽ ഈ സംഘർഷം അടി നടന്നതെന്ന് ചോദിച്ചാൽ മാധോശ്രീ വെച്ചിട്ടാണ്, അതായത് ബാൽ താക്കറെയുടെ വസതിയിൽ വെച്ചിട്ടാണ്, ഉദ്ധവിന്റെ വസതിയിൽ വെച്ചിട്ടാണ്. അത് ശിവസേനയുടെ ഒരു ഹെഡ് ഓഫീസ് തന്നെയാണ് ആ വസതി. ആ വസതി അതെ റൂമിൽ കൊണ്ടുപോയി നന്നായി പെരുമാറി. അതിനുശേഷം പക്ഷെ ശിവസേന വിഭാഗം അംഗീകരിക്കുന്നില്ലെങ്കിലും ഒരു മറാത്തി മാധ്യമ പ്രവർത്തകൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് ഈ വിവരം പുറത്തെത്തിക്കുന്നത്. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ സഞ്ജയ് റാവുത്തിന്റെ ഒരു പ്രസ്താവനകൾക്കൊക്കെ വലിയ മയം വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് BJP ഞങ്ങളോട്, അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ്: BJP ഞങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്നു, വിശ്വസിക്കാൻ കൊള്ളാവുന്ന സഖ്യകക്ഷിയാണ് അവര് ഞങ്ങളോട് ഇന്ന് വരെ അപമര്യാദയായിട്ട് ഒന്നും പെരുമാറിയിട്ടില്ല. കഴിഞ്ഞ 23 വർഷമായിട്ട് ഞങ്ങൾ അവരുമായിട്ടായിരുന്നു. അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ BJP സീറ്റുകളൊക്കെ ഇവിടെ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ വെറും രണ്ടാം കിട പൗരന്മാരായിട്ട് ഇവരെ കണ്ടിട്ടില്ല. അവരുടെ ഒരു സ്ഥാനത്ത് തന്നെ എങ്ങനെയാണ് ഒരു സഖ്യകക്ഷി മാക്സിമം ബഹുമാനവും കാര്യങ്ങളും കൊടുത്തു തന്നെയാണ് മുൻപോട്ട് പോയിട്ടുള്ളത്. ഈ കാര്യങ്ങൾ സഞ്ജയ് റാവത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ സഞ്ജയ് റാവത്തിന്റെ ആ ഒരു അതായത് ശിവസേന ഉദ്ധവ് വിഭാഗവും ഒപ്പം തന്നെ ഈ ശരത് പവാറിന്റെ വിഭാഗവും വരാനുള്ള സാധ്യതയുണ്ട്. ശരത് പവാർ ഇപ്പോൾ മുൻപോട്ട് വെച്ചിരിക്കുന്ന ഒരു ഫോർമുല അദ്ദേഹത്തിന്റെ മകൾ സുപ്രിയ സുലെക്ക് ഒരു മന്ത്രി സ്ഥാനമാണ്. കാരണം ശരത് പവാറിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു, പ്രായാധികം മൂലം ഇനി പാർട്ടി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നു. ഇനി അതിനകത്തൊരു പിളർപ്പ് സാധ്യവുമല്ല. അപ്പൊ അജിത് പവാറിനെ പാർട്ടി ഏൽപ്പിച്ചുകൊണ്ട് ആ പാർട്ടിയെ തന്നെ അങ്ങോട്ടേക്ക്, കാരണം ഒന്ന് ഈ ശരത് പവാർ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ഈ NCPയുടെ ആ ചിഹ്നമുണ്ടല്ലോ, ടൈബീസ്, ആ ചിഹ്നവും ആ കൊടിയും ഒക്കെ വേണമെന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ചിഹ്നവും കൊടിയും കൊണ്ട് അനന്തരവും പോയി, അജിത് പവാർ പോയിട്ടുണ്ട്. അപ്പൊ അത് അവിടെ പോയി ഒന്നായി നിന്നുകൊണ്ട് ഉള്ള കാലം പോവുക. അതുപോലെ തന്നെ മകൾ സുപ്രിയ സുലെ, കാരണം സുപ്രിയ സുലെ എന്ന് പറഞ്ഞാൽ ഒരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ഒന്നും അല്ല. അവര് പവാറിന്റെ ഒരു തണലിൽ വളർന്നു വന്ന ഒരു MP മാത്രമാണ്. അപ്പൊ അവർക്ക് ഈ പാർട്ടി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ശരത് പവാറിന് നന്നായിട്ട് അറിയാം. അപ്പൊ മകൾക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകുക എന്നുള്ളതാണ്. ഇവിടെ കേൾക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇതിന് സമാനമായിട്ട് കേൾക്കുന്ന മറ്റൊരു കാര്യം, ഈ ഉദ്ധവ് താക്കറെ ആഗ്രഹിക്കുന്നത് ഈ ആദിത്യ താക്കറേക്ക്, അതായത് ഉദ്ധവിന്റെ മകന് നിയമസഭയിൽ, അതായത് ഇപ്പൊ ഈ ഫട്നാവിസ് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാക്കുക എന്നുള്ള ഒരു ആഗ്രഹം ഉദ്ധവ് മുൻപോട്ട് വെക്കുന്നുണ്ട്. കാരണം ഉദ്ധവ് സജീവ രാഷ്ട്രീയത്തെ സജീവമല്ല ഇപ്പോൾ. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുക, ഒപ്പം തന്നെ ഈ ഔദ്യോഗിക ശിവസേന വിഭാഗത്തിലെ MPമാരിൽ ആരെങ്കിലും 1-2 പേരെ മന്ത്രിമാരാക്കണം എന്നൊരു ചർച്ചകൾ മുൻപോട്ട് പോകുന്നുമുണ്ട്. ഏതായാലും ഒരുപക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മഹാരാഷ്ട്രയിൽ ഇങ്ങനെ ഒരു നീക്കം നടന്നേക്കാം. മമത ന്യൂട്രൽ അടിച്ച് നിന്നുകൊണ്ട് എനിക്ക് തോന്നുന്ന പഴയ, അതായത് 2019 മോദി സർക്കാരിന്റെ കാലത്ത്
YSR കോൺഗ്രസും ബിജു ജനതാദളും എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ DMKയും തൃണമൂൽ കോൺഗ്രസും ആയിട്ടുള്ള ബന്ധം BJP മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന രാഷ്ട്രീയമാണ് ആളെ മറിഞ്ഞേക്കാറുണ്ട്. ഒമർ അബ്ദുള്ളയുടെ കേസോ? ഒമർ അബ്ദുള്ള ഓൾറെഡി വന്നു കഴിഞ്ഞു. ഈ ഒമർ അബ്ദുള്ളക്ക് അങ്ങനെ വലിയ MP ഇല്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് കക്ഷികൾക്കും, കാരണം ഒമർ അബ്ദുള്ള വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിന് പിറ്റേ ദിവസം തന്നെ ഒമർ അബ്ദുള്ള പറഞ്ഞല്ലോ, കേന്ദ്രമായിട്ടൊന്നും ഉടക്കാനൊന്നും ഞങ്ങളില്ല, കേന്ദ്രമായിട്ട് സ്നേഹത്തിൽ പോയാൽ മാത്രമേ ജമ്മു കാശ്മീരിന്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. പിന്നെ 370 ഒക്കെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയാൻ നടക്കുന്ന കേസേ അല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായി അവിടെ നിന്നുള്ള അത് വലിയ MP ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ പേര് എടുത്തു പറയാത്തത്. കാരണം DMK തൃണമൂൽ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ നമ്പേഴ്സ് കൂടുതലാണ് MP രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ. അത് മാത്രവുമല്ല, കശ്മീർ BJP ഭരിക്കുമോ വീണ്ടും? BJPയുടെ സപ്പോർട്ടോട് കൂടി ഒമർ ഭരിക്കാനുള്ള സാധ്യതകളാണ് ഏറിയ ഭാഗം. എനിക്ക് തോന്നുന്നു ഈ ദില്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടെ BJP ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ സ്വാഭാവികമായും ഈ ഒമർ അബ്ദുള്ള സഖ്യം കോൺഗ്രസിന് കാരണം ഒമർ അബ്ദുള്ളക്ക് വലിയൊരു തലവേദനയാണ്. കാരണം അവിടുത്തെ സംബന്ധിച്ച് ഇപ്പൊ 90 അംഗ നിയമസഭയാണ് ഈ ജമ്മു കാശ്മീരിലുള്ളത്. ഇവർക്ക് 44 സീറ്റ് ഉണ്ട്, 42 സീറ്റ് മറ്റോ ആണ് ഈ നാഷണൽ കോൺഫറൻസിനുള്ളത്. ബാക്കിയുള്ള ഒരു കുറച്ച് സീറ്റൂടെ മതി അവർക്ക് ഭരിക്കാനായിട്ട്. അപ്പൊ അവര് നോക്കുന്നത് ഈ കോൺഗ്രസ് CPM 42. അപ്പൊ കോൺഗ്രസും CPM-ഉം പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ കക്ഷികൾ സ്വതന്ത്രന്മാരെയൊക്കെ കൂട്ടി ഭരിച്ചു കഴിഞ്ഞാൽ എന്നും തലവേദനയായിരിക്കും. അതിനേക്കാൾ നല്ലത് ഇവരെല്ലാം കളഞ്ഞിട്ട് 28 സീറ്റുള്ള BJP കൂടെ ചേർക്കാന്നുണ്ടെങ്കിൽ സേഫാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേന്ദ്രഭരണം ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യും. ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് മോദി പറയുന്നത് പോലെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ജമ്മു കാശ്മീർ വരാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്ക് തോന്നുന്നു അവര് വെയിറ്റ് ചെയ്യുന്നത് ഈ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലായിരിക്കും. കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ അങ്ങനെ ഒരു വലിയ ബോംബ് പൊട്ടിക്കണ്ട എന്ന് ഒമർ അബ്ദുള്ളയോ കരുതിക്കാണ്. കാരണം അതൊരു മാന്യതയല്ലല്ലോ. ഒരു തരത്തിൽ പറഞ്ഞാല് കാശ്മീരിൽ അത് ആം ആദ്മിയോട് ഉള്ള ഒരു സഖ്യമാണ്. ആം ആദ്മിക്കും ഉണ്ട് അവിടെ ഇത് MLA-മാർ, അവരുള്ള ഒരു സഖ്യമാണ്. ദില്ലിയിലേക്ക് അത് ഒമർ അബ്ദുള്ള തുറന്നു പറഞ്ഞു. ദില്ലിയിലേക്ക് വരുമ്പോൾ കോൺഗ്രസും ആം ആദ്മി പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരുപക്ഷെ ഒമർ ഒഫീഷ്യലായിട്ട് തന്നെ ഈ BJP നാഷണൽ കോൺഫറൻസ് സഖ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, BJP-യുമായിട്ടുള്ള ഇപ്പോഴുള്ള ബന്ധം വെച്ചിട്ടാണെങ്കിൽ പോലും ഒമറിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാലും ഭരണം താഴെ പോകാൻ സാധ്യതകളൊന്നുമില്ല. കാരണം ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയൊക്കെ അവിടെ ഉള്ളിടത്തോളം കാലം സേഫായിട്ട് കുറച്ചുനാടെ പോകാം. അടുത്ത MLA-മാരൊക്കെ ചാടിച്ചുകൊണ്ട് വരുന്ന വരെ ഉള്ള ടൈം ഒമർ അബ്ദുള്ളക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ എല്ലാം കൊണ്ടും സേഫാണ് ഒമർ അബ്ദുള്ള എന്ന് പറയേണ്ടി വരും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ്, ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏതായാലും INDA മുന്നണിയിൽ വലിയൊരു വിള്ളൽ രൂപപ്പെടും. അത് തന്നെയുള്ള ശ്രമങ്ങൾ BJP നേരത്തെ തുടങ്ങിയിരുന്നു. അത് ഏതൊക്കെ തരത്തിൽ വരും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. താങ്ക് യു വിജേട്ടാ. താങ്ക് യു സോ മച്ച്.